ഒരു കിടിലൻ ഹൊറർ ഷോർട്ട് ഫിലിം യൂട്യൂബിൽ റിലീസ് ആയിട്ടുണ്ട്. നമ്മുടെ അപ്പൂപ്പൻ ആൻഡ് ബോയ്സ് അനന്തരാമനാണ് ഇത് രചനയും സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. KPSC ലീല, ശിവരാജ് എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഈ ഷോർട്ട് ഫിലിമിനെ കുറിച്ചാണ്. ഷോർട്ട് ഫിലിമിന്റെ പേര് ഗ്രാനി എന്നാണ്. റോണി എന്ന ഒരു ഹോം നഴ്സ് ഒരു അമ്മച്ചിയെ നോക്കാനുള്ള ജോലി ഏറ്റെടുത്ത് ഒരു വീട്ടിലെത്തുന്നതും തുടർന്ന് അയാൾക്കുണ്ടാകുന്ന സംഭവങ്ങളുമൊക്കെയാണ് ഈ ഹ്രസ്വ ചിത്രം പറയുന്നത്. ഒരു കിടിലൻ ഐറ്റമാണ്. ഹൊറർ എന്ന് പറയുമ്പോൾ പ്രേതത്തെ കാണിച്ചോ അല്ലെങ്കിൽ ജംപ് സ്കെയർ സീൻസ് കൊണ്ട് ഞെട്ടിച്ചോ അങ്ങനെയൊന്നുമല്ല ഇതിന്റെ പോക്ക്. ഒരു അറ്റ്മോസ്ഫറിക് ഹൊറർ ശൈലിയാണ് പിടിച്ചേക്കുന്നത്. ശരിക്കും പ്രേക്ഷകരെ ഇതിലെ നായക കഥാപാത്രമായിട്ട് സങ്കല്പിച്ച് ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ പെട്ടുപോയാൽ എന്ത് ഫീൽ ഉണ്ടാകും എന്നുള്ള തരം അത് ഓർക്കുമ്പോൾ നമുക്കൊരു ഭയം തോന്നും. അത്തരത്തിലുള്ള ഒരു സൈക്കോളജിക്കൽ ഹൊറർ അപ്രോച്ച് ആണ് പടത്തിനുള്ളത്. അത് നന്നായിട്ട് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഭയങ്കര പുതുമയുള്ള പ്ലോട്ടൊന്നും അല്ല, പക്ഷെ പുതുമയുള്ള ഒരു ട്രീറ്റ്മെന്റ് തന്നെയാണ് ഇതിന്റെ പോസിറ്റീവ് എന്ന് പറയാം. അയ്യോ, നമുക്ക് ഈ കഥ അറിയാമല്ലോ എന്ന് തന്നെ നമുക്ക് തോന്നും. അത്തരത്തിലുള്ള ഒരു റിലേറ്റിവിലിറ്റി സ്വഭാവമുള്ളത് കഥയുടെ വിജയമാണ്. ആകെ 2 കഥാപാത്രങ്ങളെ സ്ക്രീനിൽ വരുന്നുള്ളൂ. രണ്ടും കിടുവാണ്. KPSC ലീലയാണ് ഇതിലെ ഗ്രാനിയായിട്ട് വരുന്നത്. ഗംഭീര പെർഫോമൻസ് ആണ്. ചില നോട്ടം, ഭാവം, ചിരി, ഒരു പ്രായമായ അമ്മച്ചിയുടെ ചിരി ഇത്രയും ഭയപ്പെടുത്തുന്നത് ആദ്യമായിട്ടാണെന്ന് തോന്നി. ആ ക്യാരക്ടർ മറ്റൊരു നടിക്കും ചെയ്യാൻ പറ്റാത്ത വിധത്തില് കിടുവായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. എത്രയോ പതിറ്റാണ്ടുകളായിട്ട് നമുക്ക് മുമ്പിലുള്ള ഒരു നടിയാണ്. സത്യൻ മാഷിന്റെ കാലഘട്ടം മുതൽ, ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടം മുതൽ പൂക്കാലം വരെയും, അല്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ എക്കോയിലെ മ്ലാത്തി ചേട്ടത്തിയുടെ ശബ്ദമായും ഒക്കെ നമ്മൾ KPSC ലീല കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ ലീലാമ്മയുടെ അഭിനയ വസന്തകാലം ഇനിയും എത്തുന്നതേ ഉള്ളായിരിക്കും എന്ന് പറയാം. ഓസ്ലർ, രേഖാചിത്രം തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ശിവരാജ് ആണ് ഇതിൽ റോണിയായിട്ട് വന്നിരിക്കുന്നത്. പുള്ളിയും കിടു പെർഫോമൻസ്. ശരിക്കും നമുക്ക് ആ ക്യാരക്ടറിനെ നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രകടനമായിരുന്നു. നല്ല ടെക്നിക്കൽ ക്വാളിറ്റിയും ഈ ഷോർട്ട് ഫിലിമിനുണ്ട്. പ്രത്യേകിച്ച് ഇതിന്റെ ക്യാമറ, സൗണ്ട് ഡിസൈൻ രണ്ടും എടുത്ത് തന്നെ പറയണം. വിജയ് രഘുകൃഷ്ണനാണ് ഇതിന്റെ ക്യാമറ, മിഥുൻ മുരളിയാണ് എഡിറ്റിംഗ്, ആർക്കിയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കൊള്ളാം, അജയൻ അഡാട്ടാണ് ഇതിന്റെ സൗണ്ട് ഡിസൈനർ. സംവിധായകൻ അനന്തരാമൻ തന്നെയാണ് ഇതിലെ പോളേട്ടൻ എന്ന ക്യാരക്ടറിന് വോയിസ് ഓവറും കൊടുത്തിരിക്കുന്നത്. ഒരു രാഹുൽ സദാശിവൻ സ്റ്റൈല് ഫിലിം കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. അനന്തരാമന്റെ ഒരു മുഴുനീള സിനിമ കാണാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ഹൊറർ ത്രില്ലർ ജോണറിൽ വരുന്നത്. സ്റ്റിൽ ഇതൊരു വൻ സംഭവമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ ഭയങ്കര പുതുമയുള്ള ഐറ്റം ആണെന്നും ഞാൻ പറയില്ല. പക്ഷെ രാത്രിയിൽ മഴയത്ത് ഹെഡ്ഫോൺ ഒക്കെ വെച്ച് കാണുകയാണെങ്കിൽ ഒരു നല്ല ഇമ്പാക്ട് സമ്മാനിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് എന്തായാലും പേഴ്സണലി നന്നായിട്ട് വർക്കായ ഒരു ഷോർട്ട് ഫിലിമാണ്. യൂട്യൂബിൽ നിങ്ങൾക്ക് ഇത് കാണാം. 40 മിനിറ്റ് മാത്രമേ ഇതിന് ദൈർഘ്യമുള്ളൂ. ഓൾറെഡി മിക്കവരും ഇത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ ഷോർട്ട് ഫിലിം കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും കാണാം. ശരി.